ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ വഴിയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സ്വയം സുരക്ഷിതരായിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 5 ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്പർ 1, പാസ്വേഡ് മാനേജ്മെന്റ്. ഗൂഗിൾ, ഇമെയിൽ, വെബ്സൈറ്റുകളിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാവാത്ത കോംപ്ലക്സ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഒഴിവാക്കി കൂടുതൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തി പാസ്വേഡ് സെറ്റ് ചെയ്യുക. നമ്പർ 2, ബ്രൗസർ സെക്യൂരിറ്റി. റെപ്യൂട്ടഡ് ബ്രൗസേഴ്സ് മാത്രം യൂസ് ചെയ്യുക. 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എനാബിൾ ചെയ്യുക. ബ്രൗസർ റെഗുലറായി അപ്ഡേറ്റ് ചെയ്യണം. സിസ്റ്റവും ആപ്ലിക്കേഷനുകളും കൃത്യമായി അപ്ഡേറ്റ് ആയിരിക്കണം. പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സുരക്ഷിതമല്ലാത്ത പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് ഡാറ്റ ചോർച്ചയ്ക്കും ഹാക്കിങ്ങിനും കാരണമാകാം. പണമിടപാട് പോലെയുള്ള സെൻസിറ്റീവ് ട്രാൻസാക്ഷന് ഫ്രീ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാനും മറക്കരുത്. ഇമെയിൽ സേഫ്റ്റി. റെപ്യൂട്ടഡ് അല്ലാത്ത സെൻറ്ററിൽ നിന്ന് അയക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. ആവശ്യമില്ലാത്തവ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. വെരിഫൈഡ് അല്ലാത്ത കോളുകളിൽ ഒരിക്കലും പേഴ്സണൽ വിവരങ്ങൾ ഷെയർ ചെയ്യരുത്. സ്പാം മെസ്സേജുകളും ലിങ്കുകളും ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. പണമിടപാടുകൾക്കായി സുരക്ഷിതമായ ആപ്ലിക്കേഷനുകൾ മാത്രം ഉപയോഗിക്കുക. ഓൺലൈൻ പേയ്മെൻറ്റും നെറ്റ് ബാങ്കിങ്ങും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ട്രാൻസാക്ഷൻ ഓതൻറ്റിസിറ്റി ഉറപ്പാക്കണം. പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ സെക്യൂർ ആയിരിക്കണം. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരിക്കലും ഓൺലൈനായി ഷെയർ ചെയ്യരുത്. പേഴ്സണൽ ഇൻഫർമേഷനും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോട്ടോ എടുത്ത് അയക്കുന്നതിന് പകരം 1 ടൈം പാസ്വേഡ് സെറ്റ് ചെയ്ത് ഡോക്യുമെൻ്റായി അയക്കുക. സൈബർ ക്രൈം റിപ്പോർട്ടിംഗ്. സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ കേരള പോലീസിൻ്റെ സൈബർ സെൽ നമ്പറിൽ ബന്ധപ്പെടുക. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലും റിപ്പോർട്ട് ചെയ്യാം. മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലൂടെ ഒരു പരിധിവരെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാം. കൂടുതൽ ഇൻഫോർമേറ്റീവ് കണ്ടന്റുകൾ ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക.